ശങ്കര നീ ആരടാ എന്ന പടത്തിന് ശേഷം ഉർവശി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന അടുത്ത പടം ശങ്കര നിനക്ക് എന്തടാ. ഈ പേരാണ് ഈ പടത്തിൻ്റെ മെയിൻ സാധനം. ഇത് വെച്ചിട്ട് അവന്മാർ ഓരോരോ കോണകൾ കാണിച്ചു വെച്ചിട്ടുണ്ട്. പൊന്നെ പേറ്റ തള്ള സഹിക്കില്ല. അമ്മ മകൻ പാസം കാണിച്ചിട്ട് തുടക്കം തന്നെ അവർ വെറുപ്പിച്ച് തുടങ്ങാം. സ്കൂളിൽ പോലും പോകേണ്ടി ചുമട് നോക്കാൻ പോവുക, പോച്ചമ്മയുടെ മടി കിടന്നുറങ്ങുക, ഇങ്ങനത്തെ വെറൈറ്റി ഹോബികളാണ് പയ്യൻ. KGF പോലെ ദിവസം മുഴുവൻ പണിയെടുത്തിട്ടാണ് അവരുടെ ഒരു വീട്ടിൽ ഒരു നേരത്തെ ആഹാരം കഴിഞ്ഞ് പോകുന്നത്. ബിരിയാണിക്കുള്ള പൈസ എവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അമ്മയ്ക്ക് കരച്ചിലടക്കാൻ വയ്യ. ചെക്കനങ്ങനെ ഓരോന്ന് കിടന്ന് പറഞ്ഞാൽ മതിയില്ല. അടുത്ത ദിവസം കുപ്പിയുടെ കയ്യിലിട്ടിട്ട് അമ്പലത്തിലേക്ക് ഒറ്റ നടത്താം അവർ. എന്തിനാണ് അമ്പലത്തിൽ പോയിട്ട് ബിരിയാണി വിളമ്പി കൊടുക്കാൻ? മോൻ്റെ ഇഷ്ടപ്രകാരം ബിരിയാണി. വീട്ടു ജോലിക്ക് പോയി അടിച്ചുവാരി തുടക്കണം പോരാഞ്ഞിട്ട് മാട് പോലെ വളർന്ന് ഇവനെ കുളിപ്പിച്ചും കൊടുക്കണം. തിരിച്ചു വരുന്ന വഴി മോൻ്റെ അടുത്ത് പറയാണ്, ഞാൻ ജീവിച്ചാലും മരിച്ചാലും നീ ഒരു രാജാവിനെ പോലെ ജീവിക്കണം. കൊള്ളാം അമ്മേ, KGF ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ പഠിക്കാനും എടുക്കണല്ല, പഠിച്ച് പാസ്സാവുമെന്ന് എനിക്ക് ഉറപ്പില്ല എന്നാ പയ്യൻ പറഞ്ഞപ്പോൾ പോച്ചമ്മ പറയുകയാണേ, ചങ്കറൊപ്പം കുറച്ച് ബുദ്ധിയാണ് വേണ്ടതെന്ന്. വാട്ട് എ ബ്യൂട്ടിഫുൾ മദർ. പിന്നെ നമ്മുടെ വില്ലൻ്റെ ഇൻട്രൊഡക്ഷനാണ് മുരട്ടിക്കാള. മുരട്ടിക്കാള വന്നിട്ട് അവിടെ വെക്കുന്ന ചൈനീസ് ആൾക്കാരെ കുറച്ച് പേര് അങ്ങോട്ട് അടിച്ച് നിലംപരിശാക്കിയിട്ട് ഇടുമ്പോൾ ഇവൻ്റെ തലക്കൊരു അടി കിട്ടും. അങ്ങനെ തലക്കടി കൊണ്ട് ആശുപത്രിയിൽ പോയി കഴിഞ്ഞിട്ട് ചെക്കപ്പ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ചെക്കൻ്റെ തലയ്ക്ക് ബ്രെയിൻ ട്യൂമറാണ് പോലും. വരട്ടിക്കളയായിപ്പോയി. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് അമ്മയെ കാണേണ്ട, ബില്ലിക്ക് എങ്ങനെയെങ്കിലും അത് രക്ഷിക്കണം എന്ന് പറഞ്ഞ് കരട്ടുകൊണ്ടിരിക്കണം. മുരട്ടിക്കാളയ്ക്ക് ഒരു ഉപദേശം കൊടുക്കും. ഒരുത്തനുണ്ട്, അവനെ കൊണ്ടുവന്ന് എല്ലാം നടക്കുന്നു പറഞ്ഞ് ഒരുത്തനെ അവർ കൊണ്ടുവരും. ലവനാണ് ദീ വരുന്ന ലിവൻ. ഇവനാണ് നമ്മുടെ ന്യൂറോ സർജൻ. ലിവൻ്റെ പേരാണ് തോമാച്ചായൻ. തോമാച്ചായൻ വന്നിട്ട് പറയും, നമുക്കൊരു മെമ്മറി ട്രാൻസ്ഫർ നടത്തേണ്ടി വരും. അതെങ്ങനെ നടക്കും തോമാച്ചായ എന്ന് ചോദിക്കുമ്പോൾ അങ്ങേര് പറയും, നമുക്കൊരുത്തനുണ്ട്, നമ്മുടെ ഐസ്മാർട്ട് ശങ്കരൻ എന്ന് പറഞ്ഞ ശങ്കരേട്ടൻ. അവൻ്റെ തലയിലേക്ക് നമുക്ക് എന്തോരം ഡാറ്റ വേണമെങ്കിലും കയറ്റിവിടാം, പിന്നെ താരൻ്റെ തല സേഫാണെന്ന് പറയുമ്പോൾ അവന് കണ്ടുപിടിക്ക് തോമാച്ചായ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങും. ഇതിൻ്റെ ഇടയ്ക്ക് പരീക്ഷ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് തലയിലേക്ക് ഓരോ സാധനങ്ങൾ കുത്തിക്കയറ്റി നോക്കും. പക്ഷേ ഒന്നും നടക്കില്ല, എല്ലാവരും വടിയായി പോകും. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ നമുക്ക് ഓമനി എന്ന് പറയുമ്പോൾ. എന്താ അത്? ഹൈദരാബാദിലൊരു പയ്യനുണ്ട്, സ്മാർട്ട് ശങ്കരൻ. അവനെ എങ്ങനെയെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ച് തരണം, അവൻ്റെ തലയിലേക്ക് നമുക്ക് എന്തോരം മാങ്ങത്തിൽ വേണമെങ്കിലും കയറ്റിവിടാമെന്ന്. അപ്പോഴേ നമ്മുടെ സ്മാർട്ട് ശങ്കരേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ. പുള്ളിക്കാരൻ കയ്യിൽ നമ്മുടെ പടക്കപ്പൊടിയായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആൾക്കാരെടുത്ത് പൊട്ടിക്കാൻ വന്നിരുന്നിട്ട് തുടങ്ങൂലേ അവൻ്റെ കൊണയടി. അത് കഴിഞ്ഞു കുറേ അടിയും ഇടിയും വെടിയായിട്ട് ഇവരെല്ലാം ഇടിച്ചിട്ടിട്ട് അവൻ പോകും. ഇത്രയും പേര് വെടി വെച്ചിട്ട് ഒറ്റ വെടി പോലും പയ്യൻ്റെ മേത്ത് കൊള്ളില്ല. കട്ടേൻ്റെ സന്ദേശത്തിൽ ശങ്കരേട്ടൻ്റെ ഒരു കുണച്ച പാട്ട് അങ്ങോട്ട് പടച്ചു വിടും. അതാണ് ഈ പെണ്ണുപിള്ള വന്നിട്ട് ചേട്ടൻ്റെ ഒപ്പമുള്ള ഡാൻസ് ഉള്ള പാട്ട്. പാട്ടൊക്കെ കഴിഞ്ഞ് സമോസ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരൻ്റെ അടുത്ത് സമോസയിലെ അഡൾട്രേഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കഥാനായികയുടെ എൻട്രി. കാണുമ്പോൾ തന്നെ ചെക്കന് പെണ്ണിന് ഇഷ്ടമാവുന്നു. അങ്ങനെ അഡൾട്രേഷൻ ഇല്ലാത്ത ഫ്രഷ് പീസ് എന്നൊക്കെ പറയുന്ന നായികൻ നമ്മുടെ ശങ്കരേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓട്ടോ എടുത്തുകൊണ്ട് പോകണം, ലിഫ്റ്റ് കൊടുക്കണം. ഇവിടെ വണ്ടി കയറി പോകണ വഴിക്ക് ഇവിടെ ബോഡി പാർട്സ് നോക്കിയിട്ട് ഓരോരോ കമൻ്റ് അടിയാണ് ചെക്കൻ. വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് പറയാം, അതേ നീ താമസിക്കണ വീടിൻ്റെ അപ്പുറത്താണ് എൻ്റെ വീട്, എന്താവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് ചുമ്മാ ശങ്കരേട്ടാന്ന് വിളിച്ചാൽ മതി, അപ്പം തന്നെ ഞാൻ ഓടി വരാമെന്ന് വെറുപ്പിക്കാണ്ട് പോടിറക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ ഒറ്റ ആട്ടി അങ്ങോട്ട് വിടുവന്. ആമസോൺ കാട്ടിൽ നിന്ന് ഏതൊരു ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു കുരങ്ങൻ്റെ മുഖമുള്ള മനുഷ്യനെ ഇങ്ങനെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കാണിച്ചിട്ട് കുറേ നേരം ഇവർ വെറുപ്പിച്ചുള്ളൂ. അതിലേക്കൊന്നും ഞാൻ പോകണില്ല. പിന്നെ നമ്മുടെ ശങ്കരേട്ടനെ പിടിക്കാനായിട്ട് മുരട്ടിക്കാളുടെ ആൾക്കാർ വന്നിട്ട് കാണിക്കുന്ന ഓരോരോ പരിപാടികളാണ്. ഇവർ ക്യാസിന് പോയി ഇവനെ പിടിക്കാനായിട്ട് കല്ലെടുത്ത് മാറ്റി വെക്കും. പക്ഷേ ശങ്കരേട്ടൻ അത് നിലത്തിട്ട് പൊട്ടിക്കും. അത് നടക്കില്ല. ഇതൊക്കെ നമ്മുടെ ശങ്കരേട്ടൻ ഒരു ഗോഡൗണിൽ കക്കാൻ കയറുമ്പോൾ നമ്മുടെ കഥാനായിക അവിടെ വന്നിട്ട് വെടിവെച്ച് ശങ്കരേട്ടനെ പേടിപ്പിക്കും. അപ്പോൾ നമ്മുടെ ശങ്കരേട്ടൻ തുടങ്ങൂലേ കുൽസിത ഫൈറ്റ്. ഇതെല്ലാം കഴിഞ്ഞ് ശങ്കരേട്ടൻ ഒറ്റ അടിയാ. ആ അടിയുടെ വിഷമത്തിൽ അവൾക്ക് പിടിച്ചൊരു ഉമ്മയും കൊടുത്തിട്ട് ശങ്കരേട്ടൻ നന്മയുള്ള ലോകമേ പാട്ടിട്ട് ഒറ്റ പോക്ക. സീക്രട്ട് ഏജൻ്റായ നമ്മളെ കഥാനായിക കള്ളന് ഉമ്മ വെച്ച് എറിഞ്ഞിട്ട് ഒരു ഉമ്മ പോലും കിട്ടാത്ത ബോസ് ആ വേഷ്യത്തിൽ ഇവിടെ പുറത്താക്കും. പിന്നെ തന്നെ ഉമ്മ വെച്ചവൻ ആരാന്ന് കണ്ടുപിടിക്കാണ്ട് ഉറക്കില്ല എന്ന് അവളെ ശബ്ദം എടുക്കും. പിന്നെ ശങ്കരേട്ടനെ പിടിക്കാനായിട്ട് നമ്മുടെ ഓമനേച്ചി ഗുണ്ടകളും വന്നിട്ട് നോക്കും. ഇവൻ അവരെല്ലാവരും ഇടിച്ചിട്ടിട്ട് ഒറ്റ പോക്ക, ഒന്നും നടക്കില്ല. പിന്നെ ഒറ്റക്കാളെ നമ്മുടെ ഓമനേച്ചി വിളിച്ചിട്ട് പറയും, എൻ്റെ ഓമനെ എത്രയും പെട്ടെന്ന് റെഡിയാക്കണം, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വടിയായിപ്പോൾ എൻ്റെ മൂക്കിൽ നിന്ന് വായിന്നൊക്കെ ചോര വന്നുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് കഥാനായിക കിട്ടാൻ വേണ്ടിയിട്ട് ശങ്കരേട്ടൻ വെടി വെക്കുന്നു. അവൾ വിളിക്കുമ്പോൾ ഓടി ചെന്നിട്ട് അവളെ രക്ഷിക്കണ കുറേ ഹീറോയിക് ആക്ട്സ് ഒക്കെ ഉണ്ട്. എൻ്റെ പൊന്നെ, കണ്ടിരിക്കാൻ പറ്റില്ല. റോയിലത്തെ ഒരാൾ വന്നിട്ട് പറയും, സാറേ ബിഗ് ബുള്ള് നാട്ടിൽ വന്നിട്ട് അവൻ നമുക്ക് ഇപ്പോൾ പോയി എപ്പോൾ പിടിക്കാന്ന് പറയുമ്പോഴേക്കും ഇവർ വണ്ടി എടുത്ത് ഒറ്റ പോക്ക. മുരട്ടിക്കാളെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി കാറി കയറി പോവല്ല. അപ്പോഴേക്കും റോഡ് ആൾക്കാർ വണ്ടി എടുത്തിട്ട് ഫ്ലൈറ്റിൽ കയറി നോക്കുക. അവിടെ ഒറ്റ അഞ്ചിനും കാണിയല്ല. ചേടാ ശങ്കരേട്ടൻ പിന്നെയും കക്കാൻ കയറുന്നു. അവിടെ വെച്ച് ജാൻ വെച്ച് പിന്നെയും കാണുന്നു. അപ്പോഴാണ് അവൻ ആ നേക്കഡ് ട്രൂത്ത് മനസ്സിലാക്കുന്നത്. നമ്മുടെ കഥാനായികയും ഒരു കൊള്ളക്കാരിയാണ്, കൊച്ചിക്കള്ളി. തന്നെ ഉമ്മ വെച്ച് ജോലി കളഞ്ഞ ആ വ്യക്തി ശങ്കരേട്ടനാണെന്ന് അവൾ അവിടെ വെച്ച് മനസ്സിലാക്കുന്നു. അവർ തമ്മിൽ പ്രണയം പൊട്ടിപ്പുറപ്പെടുന്നു. പതിവ് പോലെ ശങ്കരേട്ടന് കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനുമായിട്ടൊരു പാട്ട് അതാ അവർ പൊട്ടിപ്പുറപ്പെടുന്നു. പാട്ട് കഴിഞ്ഞ് കുറച്ച് വിശ്രമിക്കാമെന്ന് പറഞ്ഞ് കിടക്കുന്ന സമയത്ത് മുരട്ടിക്കാളുടെ ആൾക്കാർ വന്ന് തോക്ക് ഇവളുടെ നേരെ ചൂണ്ടിട്ട് ഇവനെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോകും. അങ്ങനെ മുരട്ടിക്കാളെ ലാബിൽ വെച്ച് കാണുമ്പോൾ നമ്മുടെ ശങ്കരേട്ടന് മനസ്സിലാവും ഇവൻ്റെ അമ്മയെ വെടിവെച്ച് കൊന്ന ആ വധൂരി ഇവനാണെന്ന്. പിന്നെ അവനെ കുത്തി ബോധം കെടുത്തിട്ട് അവൻ്റെ മേത്തേക്ക് നമ്മുടെ മുരട്ടിക്കാളുടെ മെമ്മറി കയറ്റി അങ്ങോട്ട് വിടും. മുരട്ടിക്കാളെ അന്വേഷിച്ച് റോഡ് ആൾക്കാരുടെ ഒരുമയ്ക്ക് മുരട്ടിക്കാള അവരെയൊക്കെ വെട്ടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ടോ. പിന്നെ കൈ കിട്ടി ശങ്കരയും കൊണ്ട് ഇവരെ ഒറ്റ പോക്ക. പോണ വഴി മുരട്ടിക്കാളുടെ ആൾക്കാർ വന്നിട്ട് ഇവരെ വെടിവെച്ച് ഇവനെ അങ്ങോട്ട് രക്ഷിക്കും.
അപ്പോൾ ദേണ്ട്ര പറഞ്ഞ് മുരട്ടിക്കാള ഇങ്ങനെ പിന്നെയും കാണിച്ചിട്ട് പിന്നെ ഇവനും തമ്മിലുള്ള കുറേ സംഭാഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് മുരട്ടിക്കാളയ്ക്ക് മനസ്സിലാണ് താൻ ഓടിച്ചിട്ട് വെടിവെച്ച് കൊന്നവൻ്റെ മോനാണ് ഇവൻ. അത് തന്നെ നിന്നെ ഞാനന്ന് വെടിവെച്ചാണല്ലോടാ, നീ ചത്തില്ല ഇതുവരെ. അങ്ങനെ അവിടെ വെക്കണവരെല്ലാവരും സൈക്കിൾ ഓട്ടണല്ലോ ചവിട്ടി ഇട്ട് കഴിഞ്ഞിട്ട് അവിടെ മൊത്തം ഉള്ളവരെ ഇടിച്ചിടിച്ച് അവൻ വേറെ വേറെ കാറിൽ കയറി ഇരുന്നിട്ട് കാർ ഓടിച്ച് വന്നിട്ട് നേരെ കടലിൽ പോയി വീഴും. എന്നിട്ട് എങ്ങനെയോ ഇവർ രക്ഷപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ട് ഇവരുടെ അടുത്ത് ചോദിക്കാൻ എൻ്റെ തലക്കെല്ലാം പറ്റും. നിൻ്റെ തലക്കിലടാ ഈ പടം കൊണ്ടുവരുന്നത്, ഞങ്ങളുടെ തലയ്ക്ക് പ്രാന്തെന്നവർ പറയും. ശങ്കരേട്ടൻ അങ്ങോട്ട് ഫ്ലാഷ് ബാക്ക് പറഞ്ഞു തുടങ്ങൂലേ. ശങ്കരേട്ടൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നത് മുരട്ടിക്കാളുടെ അച്ഛൻ്റെ വീട്ടിലാണ്. മുരട്ടിക്കാളുടെ അച്ഛൻ ഒരു ദിവസം വന്നിട്ട് പറയും നാർക്കോട്ടിക്സ് ഈസ് എ ഡെഡി ബിസിനസ്, അതുകൊണ്ട് അത് ചെയ്യരുത് മോനെ എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ വെടിവെച്ച് കൊല്ലുന്ന ടൈമിലാണ് നമ്മുടെ ശങ്കരേട്ടൻ്റെ അമ്മ ഇത് കണ്ടിട്ട് ഓടി വരുന്നത്. ഇത് കണ്ടിട്ട് മുരട്ടിക്കാളവൻ്റെ അമ്മ ഓടിച്ചിട്ട് വെടിവെച്ച് കൊല്ലും. കൂട്ടത്തിൽ ഇവനൊരു വെടി കൊടുക്കും. പക്ഷേ ഇവൻ എങ്ങനെ രക്ഷപ്പെടും എങ്ങനെയാണെന്ന് ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല. ഇത് കഴിയുമ്പോൾ ഈ ശങ്കരേട്ടൻ്റെ തലയിലേക്ക് എന്തൊക്കെയൊക്കെ കയറിയിട്ട് ഇവൻ ആരാന്ന് തന്നെ മനസ്സിലാവണില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ജാനുവെച്ച് വന്നിട്ട് പറയുമ്പോൾ ഇന്നൊരു സാധനം തന്നതിന് ശരിയാവും എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടെ കൊടുക്കും. ഒരൊറ്റ സ്പാർക്കടിക്കുമ്പോൾ ശങ്കരേട്ടൻ ആളാകെ മാറിപ്പോയിട്ട് ഒറ്റ ചോദ്യം, ആരടി നീന്ന്. സംഭവം എന്താ മെമ്മറിയൊക്കെ മാറിയിട്ടുണ്ടല്ലോ. ചെക്കൻ്റെ തലയിൽ ബിഗ് ബുള്ള് കയറിയിരിക്കുക. കൂട്ടുകാരനെ മറന്നു ഉമ്മച്ച പെണ്ണിനെ മറന്നു എന്ന് കേൾക്കുമ്പോൾ അവൾ പിടിച്ച് ഒറ്റ അടിയവനാണ്. അപ്പോഴേക്കും എൻ്റെ റിലേ അടിച്ച് പോയിട്ട് തിരിച്ചവൻ ശങ്കരനായിട്ട് മാറും. ഈ പേടിക്കേണ്ട ഒരു കുപ്പി കള്ളുടിച്ചാൽ ശരിയാവുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവനെ കള്ളുടിക്കാൻ വേണ്ടിയിട്ട് അവൻ അവിടെ കള്ള് ഷാപ്പിലേക്ക് കൊണ്ട് നീയും പോരെ ജാനെന്നും പറഞ്ഞിട്ട് അവളെയും കൂട്ടി അവൻ ഒറ്റ പോക്ക. അവളും വന്നിട്ട് കള്ളുടിച്ചിട്ട് അവൾക്ക് അറിയാത്ത എന്തൊക്കെയൊക്കെയോ അവിടെ കിടന്ന് കാണിക്കുന്നുണ്ട്. തുള്ളി കഴിയുമ്പോഴേക്കും ചെക്കൻ്റെ തലയിൽ റിലേ അടിച്ച് പോയിട്ട് പിന്നെയും ബിഗ് ബുള്ളായി മാറുന്നു. ആ ടൈം ആകുമ്പോഴേക്കും നമ്മുടെ റോയൽ ആൾക്കാർ വന്നിട്ട് ഇവനെ പിടിച്ചിട്ട് പറയുക യു ആർ അണ്ടർ അറസ്റ്റ്. ഇവനെ പിടിച്ചുകൊണ്ടോട്ട് ചോദ്യം ചോദിക്കുമ്പോൾ പറയും ഞാൻ ബിഗ് ബുള്ളാണ്, ഞാനൊരു തേങ്ങ പറയില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോ, നിങ്ങൾ ഐസ്മാർട്ട് ശങ്കറിനല്ലേ കുണച്ചുകൊണ്ടിരിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഇവർ പിടിച്ചിട്ട് ഒരേ അടി അങ്ങോട്ട് അടിക്കുമ്പോഴേക്കും ഇവൻ്റെ തലയുടെ റിലേ മൊത്തം അടിച്ച് പൊട്ടിക്കുമ്പോൾ പിരുത്തി ശങ്കരേട്ടനാവും. മുരട്ടിക്കാളെ പിടിക്കുക എങ്ങനെയെങ്കിലും സഹായിക്കണം മോനെ എന്ന് പറയുമ്പോൾ അവൻ മുരട്ടിക്കാളുടെ ലാപ്ടോപ്പ് വെച്ച് മേടിച്ചിട്ട് അതിൻ്റെ പാസ്വേഡ് എടുത്ത് മാറ്റിയിട്ട് സ്വിസ് ബാങ്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് സ്വിസ് ബാങ്കിൻ്റെ പാസ്വേഡ് അങ്ങോട്ട് മാറ്റി. ഈ മെസ്സേജ് ബിഗ് ബുള്ളിനോട്ട് ബിഗ് ബുള്ളി ഇവനെ വിളിച്ച് കുറേ തെറി പറയും. ഇവനെ അപ്പം അവനെ കാണാമെന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക. പോണ വഴിക്ക് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണം, തലക്കിട്ട് ഒരു അടി അടിക്കുമ്പോൾ ചെക്കൻ ആൾ മാറിയിട്ട് നേരെ ബിഗ് ബുള്ളായി മാറുക. ഇവൻ പിന്നെ കാർ കൊണ്ടുവന്ന് അവിടെ ഇടിപ്പിച്ചിട്ട് ഇങ്ങേരെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഒറ്റ പോക്ക ബിഗ് ബുള്ളിനെ കാണാനായിട്ട്. അവിടെ എത്തിയിട്ട് പറയാം എൻ്റെ തല്ലിൽ ചേട്ടനാണ് കയറിയിരിക്കുന്നത്, ആ ചേട്ടനെ കാണാൻ വന്നത്. ഇത് വിശ്വസിക്കാത്ത അവൻ പറയും എനിക്കിന് വിശ്വാസമില്ല, നിൻ്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് എനിക്ക് കൺഫേം ആക്കാൻ പറ്റുള്ളൂ കൂട്ടാ. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾക്കും ആകാൻ കോടീശ്വരൻ്റെ കളി അങ്ങോട്ട് തുടങ്ങൂല ഇവർ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പറയാം ആ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി തന്നെ. ഒരു പണിയില്ലാണ്ട് തിരിഞ്ഞ് നടക്കണമാർക്ക് തോക്കും പോകുമ്പോൾ കൊടുത്തിട്ട് പറയും വെക്കടാ വെടി എറിയിടാ പോകുമെന്നും പറഞ്ഞ് ഇന്ത്യ ഞാൻ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ് തിരിച്ച് കളയും ചേട്ടാന്ന് പറയുമ്പോൾ വെരി ഗുഡ്, ഇത് തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് നീ കൊള്ളടാ മോനെ, നീ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യം നോക്കി നടത്തണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ എല്ലാ കാര്യം പുള്ളിക്കാരനെ ഏൽപ്പിക്കും. പിന്നെ ചേട്ടൻ ബാവ അനിയും ബാ കൂടി ഒരു കുണച്ച പാട്ടങ്ങോട്ട് പടച്ചു വിടും. ഇവരുടെ ഈ കാട്ടുപത് എങ്ങനെയെങ്കിലും തീർന്നാൽ മതി വിചാരിക്കുമ്പോൾ ഡയറക്ടർ അവളെ അഴിച്ചു വിടും. അവൾ അവിടെ കിടന്ന് ഇത്രയും പേരുടെ ഇടയ്ക്ക് കുറച്ച് ഐറ്റം ഡാൻസ് കളിച്ച് കഴിഞ്ഞിട്ട് അവനെയും പിടിച്ച് ഒറ്റ പോക്ക. ഇവിടെ റോയൽ ഓഫീസറിനെ വിളിച്ചിട്ട് പറയാം സാർ ഇവനെ എങ്ങനെയെങ്കിലും മാറ്റി എൻ്റെ പഴയ ശങ്കരേട്ടനായിട്ട് തിരിച്ചു തരണം, എന്നാൽ ശരിയാക്കി തരാൻ മോളെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നേരെ സ്റ്റേഷനിലേക്ക് വിട്ടു എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് വണ്ടി എടുത്ത് ഒറ്റ പോക്ക. അങ്ങനെ കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ച് പട്ടി ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പോലീസ് ഓഫീസർ ഒരു പെണ്ണിനെ വിളിക്കും. അവളുടെ പേരാണ് പോച്ചമ്മ. ഈ പേര് കേൾക്കുമ്പോഴേക്കും ഇവൻ അരച്ച് കയറിയിട്ടുണ്ടല്ലോ, ഇവൻ അവരടിക്കണ എല്ലാവരും ഇടിച്ച് തൂത്ത് വാരിയിട്ടുണ്ടല്ലോ. ആ പോലീസ് സ്റ്റേഷൻ തട്ടി മറച്ചിട്ടിട്ട് ഇവളെയും കൊണ്ട് ഒറ്റ പോക്ക. ഇനി ആര് വന്ന് വിളിച്ചാലും പോച്ചമ്മ ആരൊപ്പം പോരെന്ന് പറയുമ്പോൾ ഒരു ആര് വിളിച്ചാലും ഞാൻ പോകില്ല മോനെ സത്യമായിട്ടെന്ന് പറഞ്ഞിട്ട് ഇവൾ തലയെ പിടിച്ച് സത്യം. ഇത് കഴിഞ്ഞ് നടക്കുന്ന സമയത്ത് ചെക്കൻ പിന്നെയും തലയ്ക്ക് എന്തോ അടിച്ച് കയറിയിട്ട് പിന്നെയും ബിഗ് ബുള്ളായി മാറൂലേ. അത് കഴിഞ്ഞ് നേരെ ചേട്ടനെ വിളിച്ചിട്ട് പറയും ചേട്ടാ അതേ ഞാൻ വരാൻ പോകുന്നു പറഞ്ഞിട്ട് അഡ്രസ്സ് ചോദിച്ചിട്ട് ഒറ്റ പോക്ക അങ്ങോട്ട്. നിങ്ങളെന്താ പെണ്ണുപിള്ളി ഇവിടെ കയറിയിരിക്കണെന്ന് ഇവൾ പറയും മോനല്ലേ പറഞ്ഞാൽ എൻ്റെ ഒപ്പം വരണം, ഇറങ്ങി പൊടി പുള്ളിയെന്ന് പറഞ്ഞിട്ട് അവളെ അങ്ങോട്ട് ഇറക്കി വിടും. ഇവള് പിന്നെയും വണ്ടിയുടെ പിന്നാലെ ഓടിയിട്ട് വണ്ടിയുമ്പോൾ കയറി പിടിച്ചിട്ടുണ്ടല്ലോ, ആ വണ്ടിയുടെ ഒപ്പം ഒറ്റ പോക്ക. നേരെ പോയി മുരട്ടുകാളെ കാണുന്നു, അവിടുത്തെ പാസ്വേഡ് അടിക്കുന്നു, സാധനം തുറക്കുന്നു. മോനെൻ്റെ സിസ് ഫാമിലിൻ്റെ പാസ്വേഡ് പറയാം, ഞാൻ എനിക്കറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞു ഇടച്ചിറക്കൊന്നും ആലോചിച്ച് നോക്കണം ഇറക്കാം, ഇനി എന്ത് പറയണത് എന്നാൽ ഇത് അടിച്ചു നോക്കിയാൽ ഐ ലവ് യു ജാനു. അത് എന്നെ നീ ആൾ കൊള്ളാലെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് അവിടുത്തെ റോയുടെ ഏജൻസി വന്നിട്ട് ഇവരെല്ലാം വെടി വെച്ചിരുന്നു. അപ്പോഴേക്കും അനിയമ്പാവും ചേട്ടൻപാവും തോക്കെടുത്ത് ഇറങ്ങൂലേ റോയിൽ ആൾക്കാരെ നേരിടാനായിട്ട്. അവിടെ ചെന്നിട്ട് വെടിയോട് വെടി അടക്കണതിൻ്റെ ഇടയ്ക്ക് പാസ്വേഡ് ഒളിച്ചു നിന്നിട്ട് ജാനു വന്നിട്ട് ആ പാസ്വേഡ് എടുത്ത് അടിച്ചിട്ടുണ്ട്. ആ പൈസ മൊത്തം ഇവളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് ഒറ്റ പോക്ക. ഇത് കണ്ട അവന്മാർ വിടുവോ അവളെ, വെടി വെക്കടി കൊല്ലടി, അവൻ നെറ്റിക്കിട്ട് വെടി വയ്ക്കാൻ പറഞ്ഞ ഇവിടെ പറഞ്ഞു വിടുമ്പോൾ ഇവള് നെറ്റിക്ക് വെടി കൊണ്ടിട്ട് തിരിച്ച് വേട്ടമായിട്ട് അവിടെ കിടക്കും. ഇത് കണ്ടിട്ട് ആ കൊല്ലട അവളെന്ന് പറയുമ്പോൾ ഇവൻ അവളുടെ പിന്നാലെ ഓടിച്ച് ഇവൾ ഓടി സ്വാമിമാരെ ഡി ജെ അടക്കുന്ന ഒരു സ്ഥലത്ത് വന്ന് വിടും. അവിടെ വെച്ച് ഇവളെ കണ്ട ശങ്കരയുടെ നിക്കടി അവിടെ നിന്നിട്ട് അവൾ കൈക്ക് ഒറ്റ വെടി. നീയും പിടിച്ചെന്ന് പറഞ്ഞ ഇവനും പറഞ്ഞു നീ ഇത് തേങ്ങടെ കാണിക്കുന്നതെല്ലാം നിൻ്റെ പ്ലാൻ ആയിരുന്നില്ല, ഇത് കേട്ടോട്ട് പറഞ്ഞ ബിഗ് ബുള്ളിലേക്ക് എന്ത് പ്ലാൻ, നിൻ്റെ തലയ്ക്ക് ഒരു ട്യൂമറിലൊരു തേങ്ങയിൽ ഇതെല്ലാം ഞങ്ങൾ കളിച്ചുകൊണ്ട് ഒരു പൊറോട്ട നാടകം നിനക്ക് ഗുളിക എന്നുകൊണ്ടിരുന്നത് നേഴ്സ് ഞങ്ങളുടെ ആളാന്ന് പറഞ്ഞിട്ട് ഇവനെ വിഷമിപ്പിച്ച് ഇവരങ്ങോട്ട് പടിയാക്കും. ഇത് കേട്ട മുരട്ടിക്കാൾ അവനെ ചവിട്ടി താഴെട്ടിട്ട് പറയാടെ എൻ്റെ തലയ്ക്കൊരു കുഴപ്പമില്ല, ഇനിയിപ്പോൾ നീ ചത്താലെന്താ ഞാൻ ചത്താലെന്താന്ന് പറഞ്ഞിട്ട് അവൻ ഷോട്ട് ഗൺ എടുത്ത് ഒറ്റ വെടിയാ. ഇത് കഴിഞ്ഞ് പോച്ചമ്മയുടെ കൊണ സഹിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ അടിയാണ് അവളെ. അവൾ കറങ്ങി പോയി ശങ്കരാന്ന് ഒറ്റ വിളി. പോച്ചമ്മയുടെ ഒറ്റ വിളിയിൽ അവൻ്റെ ചെവി കൂടെ എന്തോ കയറിപ്പോയിട്ട് കണ്ണുറന്നിട്ട് കൈക്ക് എന്തോ കയറിയിട്ടുണ്ടല്ലോ, കൈ കുത്തിച്ചിറക്കാൻ 2-3 കരണം അങ്ങോട്ട് മറയും.
പിന്നെ അവൻ പെവർ രാജയെ മാറില്ലേ വരണവരിൽ ഇടിച്ചവന്ന എല്ലാം പരിശാക്കി കളയും. ബാമന് ബാന്ന് പറഞ്ഞിട്ട് ഇനി എൻ്റെ ഇടി കാണാന്ന് പറയുമ്പോൾ യുവന്മാർ ഓടി വന്നിട്ട് തമ്മിൽ തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയോടിടിയേ. ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ കിടന്ന പെണ്ണുമ്പോൾ എക്സ്പ്രഷൻ ഇട്ട് ചാവണ്ടി എന്തിനാണാവോ. ടിഷ്കോ 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 എന്ന് പറഞ്ഞ കാക്ഷം കാണിച്ച ഒറ്റ നിപ്പാ. ഇനി ഇവനെ വെടി വെച്ചാൽ തീർക്കാൻ പറ്റുള്ളൂ എന്ന് നോക്കുമ്പോൾ ഇവൻ പറഞ്ഞ അപ്പുറത്തെ പറമ്പിലെത്തിക്കണി. എങ്ങനെ പോയടാ നീ? കൊല്ലാനൊരുത്തം തോക്കായിട്ട് നിൽക്കുമ്പോൾ ഇവനെ കൊണേടി വിടൂലെന്ന് ഇവനവളും കൂടി ചേർന്ന് വെറുപ്പിക്കും. ഇത് കേട്ട അവന് വെടി വെക്കണ സമയത്ത് ഇവന് ഒറ്റ ചാട്ടം അങ്ങോട്ട്. ഇടാ പട്ടിശങ്കര നീ എവിടെ പോയി എന്ന് വിചാരിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ചാടി വന്നിട്ട് ഷൂര് കൊടുത്ത് മോർട്ടിക്കാരുടെ മേത്തേക്ക് ഒറ്റ ഏറാ. അത് എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. ഇതൊന്നും പുറട്ടാകുമ്പോൾ പിന്നെയും തുടങ്ങില്ല ആൾക്കാരെ തുള്ളി വെറുപ്പിക്കാനായിട്ട്. തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു ഇടി നിന്റെ കൈക്കലൊരു വെടി കൊണ്ടത്. തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു തുള്ളിക്കളിക്കുന്ന ഇമാതിരി ഐറ്റം പടച്ചുവിട്ട ഇങ്ങനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായം ഉണ്ടല്ലോ, വല്ല പണിക്ക് പോയിക്കൂടെ?